ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു കഥ കേട്ടാലോ? പണ്ട് പണ്ട് ആ ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ വലിയൊരു പേരന്മരമുണ്ടായിരുന്നു. പകൽ സമയത്ത് പോലും ആളുകൾ ആ വഴി പോകാൻ ഭയപ്പെട്ടിരുന്നു. താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത് പോലെയാണ് അതിൻ്റെ വള്ളികൾ. കണ്ടാൽ ആരെങ്കിലും കൈനീട്ടി വിളിക്കുന്നത് പോലെ തോന്നും. ആ നാട്ടിൽ ഒരു നിയമമുണ്ടായിരുന്നു. സന്ധ്യ കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ തണലിൽ നിൽക്കരുത്. പക്ഷേ പട്ടണത്തിൽ നിന്ന് വന്ന വിവേക് ഇത് വെറും അന്ധവിശ്വാസമായി തള്ളിക്കളഞ്ഞു. ഒരു രാത്രി സുഹൃത്തുക്കളുമായി പന്തയം വെച്ച് അവൻ ആ മരച്ചുവട്ടിലേക്ക് പോയി. ചുറ്റും വല്ലാത്തൊരു തണുപ്പായിരുന്നു. മരത്തിൻ്റെ ഇലകൾ അനങ്ങുന്നുണ്ടെങ്കിലും ആരോ ചെവിയിൽ മന്ത്രിക്കുന്നത് പോലെ വിവേകിന് തോന്നി. മുകളിൽ നിന്ന് ഒരു ചെറിയ ചിരി കേട്ടു. വിവേക് മുകളിലേക്ക് നോക്കി. ഇലകൾക്കിടയിൽ തിളങ്ങുന്ന 2 കണ്ണുകൾ അവനെ തന്നെ നോക്കി നിൽക്കുന്നു. ഭയന്നു പോയ അവൻ തിരിഞ്ഞോടാൻ ശ്രമിച്ചു. പക്ഷേ മരത്തിൻ്റെ വേരുകൾ പാമ്പുകളെപ്പോലെ നിലത്തുനിന്ന് പൊങ്ങി വന്ന് അവൻ്റെ കാലുകളിൽ പിടിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു. പക്ഷേ അവൻ്റെ ശബ്ദം പുറത്തേക്ക് കേട്ടില്ല. മരത്തിൻ്റെ ഇലകളിൽ നിന്നും നീളമുള്ള കൈകൾ താഴേക്ക് നീണ്ടു വന്നു. അടുത്ത ദിവസം രാവിലെ ഗ്രാമവാസികൾ അവിടെ എത്തിയപ്പോൾ വിവേകിനെ കണ്ടില്ല. പകരം ആ മരത്തിൻ്റെ താഴ്ത്തടത്തിൽ പുതിയൊരു മുഖം കൂടി തെളിഞ്ഞു വന്നിരുന്നു. വേദനയോടെ നിലവിളിക്കുന്ന വിവേകിൻ്റെ അതേ മുഖം. അന്ന് രാത്രിയിലും ആ മരം ചിരിക്കുന്നുണ്ടായിരുന്നു. മുഖം മാത്രമായിരുന്നില്ല തെളിഞ്ഞു വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ വൈദ്യരുടെയും ആരോരുമില്ലാത്ത നാടോടി ബാലൻ്റെയും മുഖങ്ങൾ ആ തടയിൽ വിടവുകളായി കിടപ്പുണ്ടായിരുന്നു. ഗ്രാമത്തിലെ മുതിർന്നവർ പറയാറുണ്ട്, ആ മരം ഒരു സാധാരണ മരമല്ല. പൗർണമി രാത്രികളിൽ ആ മരത്തിൻ്റെ ചുവട്ടിൽ എത്തുന്നവർ പിന്നെ തിരികെ വന്നിട്ടുമില്ല. നൂറ്റാണ്ടുകളായി ആരും തൊടാൻ ഭയപ്പെടുന്ന ഒരുപാട് നിഗൂഢതകൾ ഉള്ളിൽ ഒളിപ്പിച്ച ആ മരം ആ ഗ്രാമത്തിലെല്ലാവരും ഭീതിയോടെ നോക്കിയിരുന്നു. പക്ഷേ വിവേകിനെ കാണാതായതോടുകൂടി ആ ഗ്രാമം വീണ്ടും ഒന്നടക്കം ഭീതിയിലായി. എന്നാൽ വിവേകിൻ്റെ സുഹൃത്ത് രാഹുൽ ഈ കെട്ടുകഥകളൊന്നും വിശ്വസിച്ചിരുന്നില്ല. രാഹുൽ തൻ്റെ പഴയ ബൈക്കിൽ ആ മലയോര ഗ്രാമത്തിൻ്റെ അതിർത്തി കടക്കുമ്പോൾ നേരം സന്ധ്യയായിരുന്നു. പണ്ട് കേട്ട കഥകളിലെ പോലെ മഞ്ഞു വീണ പാതകളും ഇരുവശത്തും പടർന്നു നിൽക്കുന്ന വലിയ മരങ്ങളും അവനിൽ ഒരുതരം ഭയവും ആകാംക്ഷയും നിറച്ചു. ഗ്രാമത്തിലെത്തിയ രാഹുലിനെ വരവേറ്റത് അസാധാരണമായ നിശബ്ദതയായിരുന്നു. വീടുകളെല്ലാം നേരത്തെ തന്നെ അടച്ചുപൂട്ടിയിരുന്നു. വഴിയിൽ കണ്ട പ്രായമായ ഒരാളോട് വഴി ചോദിച്ചപ്പോൾ അയാൾ രാഹുലിനോട് ഒരു വിചിത്രമായ നോട്ടം നോക്കി. അയാൾ രാഹുലിനോട് പറഞ്ഞു, മോനെ, ഈ നേരത്തെ ആരും പുറത്തിറങ്ങില്ല. വേഗം നിന്റെ താവളത്തിലോട്ട് പോയി ഒളിച്ചോളൂ എന്നായിരുന്നു ആ വൃദ്ധൻ്റെ മറുപടി. എന്തായിരിക്കും ആ വൃദ്ധൻ രാഹുലിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നത്? രാഹുൽ ആ നാട്ടിലേക്ക് വന്നത് ഇനി എന്തെങ്കിലും പ്രശ്നമാകുമോ? അടുത്ത പാർട്ട് നോക്കിയാലോ?